കഴിഞ്ഞാൽ പിന്നെ അനങ്ങുന്നല്ലോ അല്ലേ അല്ലേ? അപ്പൊ നമ്മുടെ വീട്ടിൽ സ്റ്റേജിലോട്ട് ക്ഷണിക്കുക. നല്ലൊരു കാര്യം കൊടുത്തേ, ഞങ്ങൾ അവിടെ വെച്ച് കൊടുക്കാൻ നോക്കും. എല്ലാവരും നേരത്തെ ഇന്നത്തെ എനിക്ക് സമ്മാനം തന്നാൽ മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആളുകളുടെ സമ്മാനം കൊടുക്കുകയാണ്. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കുറേ ദിവസമായി വീഡിയോസൊക്കെ ഇട്ടിട്ട്, അപ്പോൾ നോമ്പും പെരുന്നാളൊക്കെ കഴിഞ്ഞു പിന്നെ കുറച്ച് മടി പിടിച്ചു പോയി, അതുകൊണ്ടാണ് വീഡിയോസ് ഇടാൻ. അപ്പോൾ നമ്മുടെ കുറേ കൂട്ടുകാരൊക്കെ നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റഗ്രാമിൽ, എന്തായിട്ട് വീഡിയോ ഇടാത്ത, വീഡിയോസ് ഇട്, മടിയൊക്കെ മാറ്റി വീഡിയോ ഇട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ വിചാരിച്ചു അതിനിപ്പോൾ വീഡിയോ ഒക്കെ ഇട്ട് തുടങ്ങാം, ഒരു 1-2 വീഡിയോ ഇട്ടാൽ പിന്നെ ആ മടി അങ്ങോട്ട് മാറും. അപ്പം അങ്ങനെ വിചാരിച്ചിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മളിപ്പോൾ ഇതാ പോവുകയാണ്. അപ്പോൾ എവിടേക്കാന്ന് വെച്ചാൽ ഇക്ക ഇലക്ട്രീഷ്യനാണല്ലോ, അപ്പോൾ ഇലക്ട്രീഷ്യന്മാരുടെ ഫാമിലി മീറ്റപ്പ് ഉണ്ട്. അപ്പോൾ അത് അങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ ആദ്യം പോണില്ല എന്ന് വിചാരിച്ചു, പിന്നെ എല്ലാവരും വരണുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ വായോ നമുക്ക് പോവാം പറഞ്ഞപ്പോൾ അപ്പം പോവാന്ന് വിചാരിച്ചിരിക്കണം. അപ്പോൾ ഇത് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇക്ക വരണം, ഇക്കാക്ക് അപ്പം ഇതിൻ്റെ മുന്നേ കുറച്ച് വർക്ക് ഉണ്ട് എന്നിട്ട് പോയേക്കാം. ഇക്ക വന്നിട്ട് നമ്മൾ പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയണത് അവിടുത്തെ വിശേഷങ്ങളൊക്കെയാണ്. അപ്പോൾ അവിടെ പോയിട്ട് എന്താ അവിടുത്തെ സ്ഥിതി കാര്യങ്ങൾ നമുക്കൊന്നും അറിയില്ല. നമ്മളിങ്ങനെ ഇനിയിപ്പോൾ അവിടെ കുറേ പേരുണ്ടോ കുറച്ച് പേരുണ്ടോ ഒന്നും അറിയില്ല. അപ്പോൾ അവിടുത്തെ സിറ്റുവേഷൻ പോലെ നമ്മൾ വീഡിയോ എടുക്കാം. അപ്പോൾ നമ്മൾ പോവാണ്. അപ്പോൾ നമുക്ക് പോയിട്ട് വരാം. അപ്പോൾ നമ്മളിതാ പോവാണ് കേട്ടോ. അങ്ങനെ നമ്മളിതാ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഇവിടെ അടുത്തുള്ള ഒരു ടൗണിലത്തെ ഹാളിലാണ് കേട്ടോ പ്രോഗ്രാം ഉള്ളത്. ഇപ്പോൾ നമ്മളിതാ അവിടെ എത്തിയിട്ടുണ്ട്. അവിടെ കുറേ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ലേറ്റായി എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പോയത്, പക്ഷേ ലേറ്റായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മളിതാ അവിടെ ഉള്ളിലേക്ക് പോവാൻ കേട്ടോ. അപ്പോൾ അവിടെ കയറുന്നതിന് മുന്നേ ചെറിയ രജിസ്ട്രേഷൻ പോലത്തെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്യാണ്. അപ്പോൾ അവിടുത്തെ ഫോർമാലിറ്റീസ് ഒക്കെ കഴിഞ്ഞു. പിന്നെ അവിടെ നിന്ന് ഒരു കൂപ്പൺ പോലെ ഒരു സംഭവം തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ലാസ്റ്റ് ഒരു നറുക്കെടുപ്പുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളതാണിത്. അപ്പോൾ നമ്മുടെ പേരും ഡീറ്റെയിൽസൊക്കെ അവിടെ എഴുതി വെച്ചിട്ട് നമുക്ക് നമ്പർ ഇട്ടിട്ട് ഒരു സ്ലിപ്പ് പോലെ തരികയാണ്. അതാണോ വരിക? ഈശ്വര പ്രാർത്ഥനയോടെ ഈ പരിപാടിക്ക് തുടക്കം കുറിക്കാം. ഭംഗിയായി എല്ലാവരും എത്തിച്ചോളും. വളരെ സന്തോഷമുണ്ട്. ഉദ്ഘാടനം കഴിഞ്ഞാണ് എല്ലാവരും സംസാരിക്കാൻ. അങ്ങനെ അവിടുത്തെ ഉദ്ഘാടനം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ടീ ബ്രേക്ക് ആയിരുന്നു കേട്ടോ. പിന്നെ എല്ലാവർക്കും ഇങ്ങനെ ചായയും ബിസ്ക്കറ്റും ഒക്കെ കൊടുത്ത് അതൊക്കെ കഴിക്കലൊക്കെ ആയിരുന്നു. പിന്നെ ബ്രേക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ പിള്ളേരുടെ ഡാൻസും പിന്നെ ഗാനമേളയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ.
എല്ലാവരും ചേർന്ന് അടിച്ചു കൊടുക്കാൻ പോവുകയാണ് നമ്മുടെ നാട്. ഓക്കെ, ജയസൂര്യ എന്ന കലാകാരന്റെ ശബ്ദം സമ്മാനിക്കുകയാണ്. ഇഷ്ടപ്പെട്ട പ്രോത്സാഹിപ്പിക്കാം. ജയസൂര്യ. എന്നാ ശരി. ഓക്കെ, താങ്ക് യു. ഗാനമേളയൊക്കെ കുറച്ച് ഒതുങ്ങിയപ്പോൾ പിന്നെ പിള്ളേരുടെ പ്രോഗ്രാംസ് ആയിരുന്നു കേട്ടോ. പിള്ളേരൊക്കെ കൂടിയിട്ടുള്ള ഗെയിമുകളൊക്കെ ആയിരുന്നു. ഈ മ്യൂസിക്കൽ ചെയറൊക്കെ പോലെ മ്യൂസിക് നിൽക്കുമ്പോൾ സ്കാച്ച് ചെയ്യാവുന്നത്, അങ്ങനത്തെ കളിയൊക്കെ ആയിരുന്നു. പാടി നിർത്തുമ്പോൾ നമ്മൾ അനങ്ങാതെ നിൽക്കണം. ഈ ചേട്ടനോട് പല കാര്യങ്ങൾ ചോദിക്കും, പക്ഷെ അനങ്ങാൻ പാടില്ല. ഓക്കെ, ഒരു ട്രെയിൻ പോലെ നല്ലൊരു കൈ കൊടുത്ത് എല്ലാവരും ചേർന്ന് നല്ലൊരു കൈ കൊടുക്കുക. നമ്മുടെ ഫാമിലിയിലെ മക്കളാണ്. ആദ്യം ട്രെയിൻ ആണ് കേട്ടോ. നോക്കില്ല നിങ്ങൾ പിന്നെ എനിക്ക് കേട്ടോ കേട്ടോ, ചിരിക്കാനൊന്നും പറ്റില്ല. ഇതാണ് ഗെയിം കേട്ടോ, മനസ്സിലായില്ല? ഇതാണ് ഗെയിം, മനസ്സിലായോ? ട്രൈലായിരുന്നു. ഇതാണ് ഗെയിം. ഇനി ഇതുപോലെ അനങ്ങാൻ പാടില്ല. ശരി, അപ്പൊ എല്ലാവരും കാര്യം മനസ്സിലായി. നല്ല ഗെയിം കൊടുത്ത് എല്ലാവരും ചേർന്ന് ഗെയിം കൊടുക്കാം. പാട്ട് വന്ന് കളിക്കാം, പാട്ട് നിർത്തിയാൽ അനങ്ങാൻ നിൽക്കണം. റെഡി? എനിക്ക് കേട്ടോ ചോദിക്കുന്നതിന് മുന്നേ അനങ്ങിയ പേരെന്താ പറഞ്ഞ അനങ്ങി, കണ്ണക്കനങ്ങി. അങ്ങോട്ടേ കൂടെ നോക്കാം. ഈ പോലെ അനങ്ങിയില്ലേ? അനങ്ങില്ലേ? ഓക്കെ, കൂടി പിടിക്കണേ. അടുത്ത പേര് അടുത്ത പാട്ട് പഠിക്കും. അസംബ്ലിക്ക് നിൽക്കുന്ന പോലെ കണ്ടു അനങ്ങണ്ടല്ലോ അല്ലേ? അല്ലേ? ഏത് സ്കൂളിൽ പഠിക്കുന്നത്? ഇവിടെ മതത്തിന് സേന എത്ര പഠിക്കുന്നത്? 1ാം ക്ലാസ്സിൽ ആഴത്തൂരെ പഠിക്കണം കേട്ടോ. നമ്മുടെ നേരെ പരിപാടി എന്താ പരിപാടി അറിയോ? പാട്ട് നിർത്തി അനങ്ങാൻ പറ്റില്ല. അനങ്ങിട്ടില്ലല്ലോ. നമ്മള് ക്ലാസിക്കൽ എങ്ങനെ ഡാൻസ് പഠിച്ചിട്ടുണ്ടോ? ഇല്ല, ഈ മുദ്ര നമുക്കറിയോ? ഏത് മുദ്രയാണെന്ന് അറിയോ? ഇല്ല, ഭരതനാട്യം പഠിച്ചതോ? ശീശുമാരുണ്ടോ? അവിടെ അല്ല, അവിടെ വേണ്ട, എന്ത് നോക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ എന്റെ ഒരു ആദ്യം ഇവിടെയല്ലേ നോക്കിയിരുന്നത്? ആദ്യം ഇവിടെയല്ലേ നോക്കിയിരുന്നത് അല്ലേ? സത്യം പറയും. അവിടെ അച്ഛനാണോ അമ്മയാണോ? ആരോടത്? ആരോട്? ആകില്ല. ചേട്ടൊരു പാട്ട് എടുത്തിരുന്നു. സൗണ്ട് തോമസിന്റെ പാട്ടുണ്ട്. അതിൽ ദിലീപിന്റെ വോയിസ് നിനക്ക് പറ്റുന്ന അഞ്ഞോ എന്റെ ഹരാനി എന്റെ പെണ്ണടിയോ നല്ലൊരു നിൽക്കുന്നു ചെയ്ത് വരുന്നത് അല്ലേ? ചെയ്ത് വരുന്നത് ജഗദീഷ് എടുത്തിരിക്കുന്നില്ലേ? ഓക്കെ, നല്ല പേര് കൊടുക്കാം. എന്റെ പേര് കൊടുത്തിട്ട് അൻഫാശിലേക്ക് നല്ല പേര് കൊടുക്കാം. ഓക്കെ, മോള് കുറച്ചനങ്ങി. മോന്റെ പേരെന്താ പോലെ? അശ്വിൻ കൃഷ്ണയ്ക്ക് നല്ലൊരു പേര് കൊടുക്കാം. ആളും നൽകി. മോന്റെ പേരെന്താ പോലെ? ഞാൻ ലാസ്റ്റ് അവസാനമായിട്ടൊന്നൊരു സെപ്പറേറ്റ് കൊടുക്കാം. ഓക്കെ, പാട്ട് വെച്ചാൽ അങ്ങോട്ടും അല്ലേ? അതുവരാണെങ്കിലോ മസ്റ്റർ അടിച്ചപ്പോ ആരാണ് വിജയിന്ന് നമ്മൾ പറയേണ്ട ആവശ്യമൊന്നുമില്ല. ആൾ തന്നെയാണ്. പക്ഷെ അവൻ എന്നാലും അനങ്ങില്ല. അവൻ പ്രോഗ്രാം കഴിഞ്ഞു. ഇനി അനങ്ങാം.
നല്ല പേര് കൊടുക്കാം, എല്ലാവരും നല്ല പേര് കൊടുക്കാം. പേര് ഒന്ന് പരിചയപ്പെടുത്തുന്നത് ഞാൻ ഓടിപ്പോയല്ലോ. എന്താ പേര് പറഞ്ഞേ? മിഥുൻ രാജിന് നല്ല പേര് കൊടുക്കാട്ടോ. നമുക്ക് സ്റ്റേജിൽ ചെറിയ ലോക പരിപാടികളൊക്കെ ചെയ്യുന്നതാണ്. പക്ഷേ ചില മക്കൾ മാത്രമാണ് ഭയങ്കരമായ അത് നമ്മൾ ക്യാച്ച് ചെയ്തിട്ട് പ്രോഗ്രാം കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് അടിപൊളിയാണ്. അപ്പോ നമുക്ക് ഈ ചേട്ടനൊക്കെ തരാം. ചേട്ടൻ ചെറിയ സമ്മാനം എടുക്കാം കേട്ടോ. എടി നല്ല കൈ കൊടുക്കും എല്ലാവരും ചേർന്ന്. ഓക്കെ, താങ്ക് യു. വീണ്ടും ഒരു അടിപൊളി പാട്ടിലേക്കാണ് പോകുന്നത്. വിളിച്ചു വിളിക്കാം. കുട്ടികളുടെ കുറച്ച് പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ ആദ്യം ഈ ഭരതനാട്യം കളിച്ച പിള്ളേരെ പൊന്നാട അണിയിക്കണ പരിപാടിയൊക്കെ ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനുള്ള ബ്രേക്കായിരുന്നു. അപ്പം നല്ല ഫുഡായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ തന്നെ ഒരു ഹാളിലാണ് ഫുഡ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും കൂടി അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ ബിരിയാണി ആയിരുന്നു കേട്ടോ. ബിരിയാണി, ചിക്കൻ കറിയൊക്കെ ആയിട്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഇതാ ഈ ഒരു ഹാളിലാണ് ഇരുന്നിട്ട് ഇതാ ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞതാണ്. നമ്മൾ ഐസ്ക്രീം കഴിക്കാൻ അപ്പോൾ ഫുഡ് കഴിക്കലും എല്ലാം കഴിഞ്ഞിട്ട് പിന്നെയും കുറച്ച് നേരം പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഗാനമേളയൊക്കെ ആയിരുന്നു. അപ്പോൾ അതിനുശേഷം പിന്നെ മിഥിലാജിനെ പ്രൈസ് മേടിക്കാൻ വേണ്ടിയിട്ട് സ്റ്റേജിലേക്ക് വിളിക്കുകയാണ്. സമ്മാനം ഞാൻ നൽകിയപ്പോൾ സ്റ്റേജിൽ വെച്ച് അതാണ് വേണ്ടത്. സ്റ്റേജ് സമ്മാനം എടുക്കണമെങ്കിൽ സ്റ്റേജിൽ വെച്ച് തരണം അല്ലേ? ഒരു വലിയൊരു സമ്മാനമാണ്. എല്ലാവരും കൈയിടിക്കാം. സ്റ്റേജിൽ നിന്ന് ഒരു മുട്ടുസൂചി കിട്ടിയാലും അത് വളരെ വളരെ ഭക്തിയോടെ ബഹുമാനത്തോടെ സ്വീകരിക്കണം അല്ലേ? പഠിക്കുന്ന കുട്ടികൾ ഒരു പേനയാണ് കേട്ടോ. ഒരു നല്ല പേരെടുത്ത് എല്ലാവരും ചേർന്ന്. പിന്നെ ആള് ചില്ലറക്കാരനല്ല, ആൾക്ക് കുറച്ച് വെറൈറ്റി സംഭവങ്ങളൊക്കെ ഉണ്ട് അല്ലേ? യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് വീട്ടിൽ. എത്ര? 2 പേർക്കുണ്ട് അല്ലേ? ഉമ്മച്ചിക്കുണ്ട്, താങ്കൾക്കുണ്ട് അല്ലേ? താങ്കളുടെ യൂട്യൂബ് ചാനലിന്റെ പേരെന്താണ്? മിഥിൽ ലാജ് മന അല്ലേ? അപ്പൊ എല്ലാവരും മിഥിലാജ് മനാഫിന് യൂട്യൂബ് ചാനലുണ്ട്. അപ്പോ എന്താണ് വ്ളോഗ് കൂടുതൽ എന്താ ചെയ്യാ? ഫുഡാണോ അതോ തമാശകളാണോ? എന്താ കൂടുതൽ ചെയ്യാൻ? ഫുഡിനൊക്കെ ചെയ്യാറുണ്ട്. ഒരു മിനിറ്റ്. അപ്പൊ ഇതൊന്ന് മൈക്കൊന്ന് പിടിച്ചത്. ഇനി ആ യൂട്യൂബ് ചാനലില് ഫസ്റ്റ് നമ്മള് പ്രൊഫൈലിൽ നമ്മളിപ്പോ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കില്ല, അത് എല്ലാവർക്കും വേണ്ടിയിട്ട് ഒന്ന് പ്രസന്റ് ചെയ്യണം. ഓക്കെ, യൂട്യൂബ് ചാനൽ ഹായ് നമ്മളോട് തുടങ്ങൂലേ? എനിക്ക് എക്സ്പീരിയൻസ് ആണല്ലേ വീഡിയോ കണ്ടത് ഞങ്ങൾ എല്ലാവരും ഓക്കെ അത് ചെയ്യാം. പക്ഷെ ഇപ്പൊ എല്ലാവരും ലൈവായില്ലേ? പാട്ട് പാടും 2 പാട്ട് അറിയിക്കുന്നില്ല. 2 പാട്ട് വേണ്ട, സമ്മാനം മാത്രം മതി അല്ലേ? പിന്നെ ഉമ്മച്ചിയുടെ യൂട്യൂബ് ചാനലിന്റെ പേരെന്താ? ദില്ലൂസ് വേൾഡ്.
ഓക്കെ, അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. 2 യൂട്യൂബ് ചാനലും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ഫാമിലിയിലെ മെമ്പേഴ്സ്, പിന്നെ ഇവിടെ വേറെ ആരെങ്കിലും ഉദ്ദേശിച്ചാൽ അവർക്ക് ഇതുപോലുള്ള യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നല്ല കൈകളുണ്ട് എല്ലാവരും ചേർന്ന്. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇതാ നമ്മൾ വീട്ടിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പം അങ്ങനെ ഇതാ പ്രോഗ്രാമിൻ്റെ അവസാനമായി തുടങ്ങി. അപ്പോൾ ഇതാ എല്ലാവരും കൂടിയിട്ട് ലാസ്റ്റത്തെ ഒരു ചെയിൻ സോങ് ഇട്ടിട്ട് എല്ലാവരും കൂടി ഡാൻസ് കളിക്കുകയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു പരിപാടി? സൂപ്പറായിരുന്നു. കളിച്ച് ഇതാ വേർത്ത് കുളിച്ചിട്ട് വേർത്ത് മൊത്തത്തിൽ വേർത്തിട്ട് നിൽക്കണേ. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് അതുവരേക്കും